ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഗണിതം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതണം. അപ്പോൾ അറിയാവുന്ന 4 എഴുതുക. 1 നമുക്ക് ഓപ്ഷനാണ്. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഇൻ ദ ഫിഗർ പി ക്യു ഈക്വൽ ടു പി ആർ ആംഗിൾ ക്യു ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് ചിത്രത്തിൽ ഇവിടെ പി ക്യൂയും പി ആറും ഈക്വലാണ്. ഇത് രണ്ടും ഈക്വലാണ്. പി ക്യൂയും പി ആറും ഈക്വലാണ്. ആംഗിൾ ക്യൂ 30 ഡിഗ്രിയാണ്. ആംഗിൾ ക്യൂ 30 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ആർ എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ ആംഗിൾ ക്യൂ 30 ആണെച്ചാൽ ഇത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ്, ഇതിൻ്റെ കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ക്യൂ 30 ഡിഗ്രി ആണെച്ചാൽ ആംഗിൾ ആറ്, കോൺ ആറും എന്തായിരിക്കും? 30 ഡിഗ്രി. ഇനി ആംഗിൾ പി എത്രയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? ആംഗിൾ പി എന്ന് പറയുന്നത് ഇതൊരു ആംഗിളാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്, 180 ആണ്. ഇതിൽ 30 ഇത് രണ്ടും 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ടോട്ടൽ 60. അപ്പോൾ 180 നിന്ന് 60 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 കിട്ടും. 120 ഡിഗ്രി കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോണിലെ 3 കോണുകളുടെയും, ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഈക്വൽ സൈഡ്സ് ആണെച്ചാൽ ഇരുവശവും തുല്യമാണുള്ള വശങ്ങളുടെ തുല്യമായാൽ എന്തായിരിക്കും? ആംഗിൾസും കോണുകളും തുല്യമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 17 കിട്ടും. സംഖ്യ ഏത്? 2 ഈസ് ആഡഡ് ടു 3 ടൈംസ് ഓഫ് എ നമ്പർ ഗീവ്സ് 17. ഫൈൻഡ് ദ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യാം. 2 ഈസ് ആഡഡ്. അപ്പോൾ എന്താണ് ആഡ് ചെയ്തത്? 2 കൂട്ടിയത് അല്ലേ? എന്തിനോടാണ് കൂട്ടിയത്? 3 ടൈംസ് ഓഫ് എ നമ്പർ. ഇവിടെ ഒരു നമ്പർ, ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിക്കുക. എക്സ് ആണ് നമുക്കറിയാത്ത സംഖ്യ. അപ്പം 3 ടൈംസ് ഓഫ് എ നമ്പർ. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ അതായത് 3നെ എക്സ് കൊണ്ട് 3 പ്രാവശ്യം ഗുണിച്ചത്. അതായത് 3 ഇൻറ്റു എക്സ് 3x. അപ്പം 3xനോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 17 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സംഭവം ഇങ്ങനെ എഴുതാം. 3x, അതായത് 3 മടങ്ങുള്ള ഒരു സംഖ്യയോട്, നമ്പറിനോട് 2 കൂട്ടി അത് നമുക്ക് മൊത്തത്തിൽ എത്രയാണ്? 17 ആണെന്ന് തന്നിട്ടുണ്ട്, 17 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആദ്യം 3xനെ ഇവിടെ ഒറ്റയ്ക്കാക്കി, എന്നിട്ട് 17 ഇവിടെ +2 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? നേരെ വിപരീതം, ഓപ്പോസിറ്റാണ്. ഇവിടെ +2 എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ -2 ആയിരിക്കും. അപ്പോൾ 17ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ഇനി അടുത്ത നമുക്ക് ഇങ്ങനെ എഴുതാം. 3x ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ എന്താണുള്ളത്? 15 ആണ്. ഇതിന് നമുക്ക് എക്സിനെ അല്ലേ കിട്ടേണ്ടത്? ഏതാണ് ആ നമ്പർ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് എക്സിനെ തനിച്ച് കിട്ടാൻ എക്സിനെ നമ്മൾ ഒറ്റയ്ക്കാക്കി. എന്നിട്ട് ഇവിടെ 15 ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു എക്സ് ആണ്. ഇവിടെ ഇത് എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് ആണ്. ഇത് അപ്പറ സൈഡിലേക്ക് പോകുമ്പോൾ, അതല്ലേ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ഡിവിഷനായിട്ട് വേണം. ഇവിടെ ഇൻറ്റു ഉണ്ടെങ്കിൽ ഇവിടെ ഡിവിഷനായിട്ടും വേണം. അപ്പോൾ നമുക്ക് 15 ഡിവൈഡഡ് ബൈ 3, 15 ഡിവൈഡഡ് ബൈ 3, 15 ഹരിക്കണം 3 എന്ന് എഴുതിയ 15ൽ 3 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5. 5 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ആംഗിൾ എ, കോൺ എ സമം 70 ഡിഗ്രി, കോൺ ഡി സമം 110 ഡിഗ്രി, കോൺ സി സമം 80 ഡിഗ്രി. ഇനി ആംഗിൾ എ ബി സിയും കാണണം, ആംഗിൾ സി ബിയും കാണണം. ഓക്കെ, ഇവിടെ ഈ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ? ഇവിടെ 110ഉം 70ഉം ഉണ്ട്, 80ഉം ഉണ്ട്. ഈ ഫിഗറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ത്രികോണം, ട്രയാങ്കിൾ ആണെച്ചാൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സൈഡാണ്. ഇത് 3 സൈഡാണ്. ഇതെന്താണ്? 4 സൈഡാണ്. ചതുർഭുജമാണ്, ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പം അതിൻ്റെ ആംഗിൾസ്, കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? 360 ആണ്. 360 ഡിഗ്രിയാണ്.
അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യാം. അപ്പോൾ 360 ഇത് മൊത്തത്തിലുള്ളത്. അപ്പോൾ നമ്മളോട് ആദ്യം എ ബി സി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ബി ആണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആംഗിൾസിനെയൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ എത്രയുണ്ട്? 110 ഉണ്ട്, 80 ഉണ്ട്, പിന്നെ എത്രയാണുള്ളത്? പിന്നെ 70 ഉണ്ട്. ഇത്രയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് കൂട്ടിയാൽ തന്നെ അറിയാം ഇത് എത്രയുണ്ട്? ഏകദേശം 260, 260 ആണുള്ളത്. ഇവിടെ മൊത്തം നമ്മുടെ ആംഗിൾസിൻ്റെ തുക എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞത്? 360 ആണ്. അപ്പോൾ 360 നിന്ന് 260 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ സി ബി ഇ എന്നാണ്. ആംഗിൾ സി ബി ഇവിടെ കിടക്കുന്നത് CBE. ഇവിടെ തമ്മിൽ എന്താ ഒരു പ്രത്യേകതയുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ 80 ആണല്ലോ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു രേഖീയ ജോഡി, ലീനിയർ പെയർ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 2 ആംഗിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയറിലുള്ള ആ ഒരു പെയറിൻ്റെ ആംഗിൾസ്, കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 100 ആണെച്ചാൽ ഇത് തീർച്ചയായും എത്രയായിരിക്കും? 80 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആംഗിൾസിൻ്റെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ നമ്പർ ഓഫ് ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 2:3. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 50. നമ്പർ ഓഫ് ബോയ്സ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളും ആൺകുട്ടികളുടെ എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. ആകെ 50 കുട്ടികളുണ്ട് എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ആൺകുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ റേഷ്യോ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഗേൾസ് ആണ് ആദ്യം പറഞ്ഞത്. അപ്പം ഗേൾസ് എത്രയാണ്? 2 ആണ്. ബോയ്സ് ആണ് പിന്നെ പറഞ്ഞത്. അപ്പോൾ ബോയ്സ് എത്രയാണ്? 3 ആണ്. അപ്പോൾ ക്ലാസ്സിൽ മൊത്തം കുട്ടികൾ 5 ആണ്. 2 ബോയ്സും 3 ഗേൾസും വെച്ചാൽ ടോട്ടൽ എത്രയായിരിക്കും? 5 ആണ്. ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് എത്ര നമ്പർ അറിയില്ല. ഗേൾസ് എത്രയാണ് നമ്പർ എന്ന് നമുക്കറിയില്ല. ഒരു എക്സ് ആണ് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യാണ്, സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഗേൾസ് 2x ആണ്, ബോയ്സോ 3x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം. ഈ 2xും ബോയ്സും ഗേൾസും കൂടിയാൽ എത്രയാണ്? 50 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഗേൾസും ബോയ്സും കൂടിയാൽ 50 പിള്ളേരാണ് ക്ലാസ്സിലുള്ളതെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെയ്താലോ? 2xും 3xും വെറുതെ കൂട്ടുക. എത്രയാണ്? 5x ആയി. അപ്പോൾ 5x എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമുക്ക് എക്സിനെ കാണാൻ 50 ഇവിടെ ഇൻറ്റു 5 എന്നുള്ളത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ 5 എന്നാവും. 50 ഡിവൈഡഡ് ബൈ 5, 50 ഹരിക്കണം 5 എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് 10 ആണ് കിട്ടി. അപ്പോൾ 2x എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 10 അതായത് 20. 3x എന്ന് പറയുമ്പോൾ 3 × 10 30. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? പെൺകുട്ടികളുടെ എണ്ണം 20 ആണ്, ആൺകുട്ടികളുടെ എണ്ണം 30 ആണ്. കണ്ടുപിടിച്ച മെത്തേഡ് മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 2x + 3x ചെയ്തു. 2xും + 3x ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5x കിട്ടി. 5x എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ നമ്മൾ 50ൽ നിന്ന് എക്സിനെ കണ്ടുപിടിച്ചു. എക്സ് നമുക്ക് 10 കിട്ടി. അപ്പോൾ 2x എന്ന് പറഞ്ഞപ്പോൾ 2 × 10, 3x എന്ന് പറഞ്ഞപ്പോൾ 3 × 10. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ഉള്ള ഇൻറ്റു ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവ് ഇവിടെ 3 × 4 നമുക്ക് വളരെ എളുപ്പമാണ്. 12 എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാം. പക്ഷേ ഇവിടെ പ്രശ്നം ഇവിടെ നെഗറ്റീവും പോസിറ്റീവും തന്നിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു വരികയെന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവാണ് നമ്മൾ ഇടേണ്ടത്. ഇതോർത്ത് വെക്കുക, നെഗറ്റീവാണ് ഇടേണ്ടത്. ഇനി ഇവിടെ ഒരു സംഭവം നോക്കൂ. 5 - -2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 - -2 ഇങ്ങനെ 2 മൈനസ് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? പ്ലസ് ആവും. 2 മൈനസ് ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? പ്ലസ് ആവും.
ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഇങ്ങനെ വന്ന 5 മൈനസ് ബ്രാക്കറ്റിൽ തരിക -2 തന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൈനസും അടുത്തടുത്ത് വന്നാൽ 5 + 2 ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എത്രയാണ്? 7 ആണ് നമ്മുടെ ആൻസർ. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ എന്താ ചെയ്യുക? 5 -2 എന്തെഴുതും? നമ്മൾ 3 കൂളായിട്ട് എഴുതും. പക്ഷെ 3 ഇവിടെ ആൻസർ. ഇവിടെ 2 മൈനസ് അടുത്തടുത്ത് വന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന 4 നിങ്ങൾ എഴുതുക. ഓരോന്നിന് 2 മാർക്ക് വീതമാണ്. അപ്പോൾ 8 മാർക്കാണ് നമുക്ക് ആ ഒരു സെക്ഷന്, സിമ്പിളായിട്ടുള്ള സെക്ഷന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫില്ലിങ് ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കാനാണ്. ഓക്കെ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ a² - b². ഓക്കെ, ഇതിന് നമ്മുടെ ഫോർമുല നമുക്കറിയാമല്ലോ. a² - b² എന്ന് പറയുന്നതിൻ്റെ എന്താണ്? a + b × a - b ആണ് എന്ത്? a² - b² അല്ലേ? ഇത് നമ്മൾ സൂത്രവാക്യം പഠിച്ചതാണ്. ഇത് നമ്മൾ അതേപോലെ തന്നെ അവിടെ എഴുതി വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1 മാർക്ക് കിട്ടും. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓരോന്നും 3 മാർക്കിൻ്റെ. ഇത് 3 പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ a + b × a - b a² - b² ആണ്. അത് നമുക്ക് അറിയാം അല്ലേ? ഇനി അപ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടിയേ. ഇനി അടുത്തത് 100² 2² - 99² ഇവിടെ × 1 തന്നിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 100² - 99² എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 100. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ആ ഫോർമുല പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ 100² - 99² അല്ലേ? 100² - 99² എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 100 + 99 100 - 99 അങ്ങനെ ചെയ്തു അല്ലേ? അപ്പോൾ 100 + 99 എന്ന് പറയുമ്പോൾ 199. 100 - 99 അതായത് 100 99 കുറച്ച് എത്രയാണ്? 1. അപ്പോൾ × 1. അപ്പോൾ 199 ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. a + 1² - 1² = a + 2. ഇവിടെ എന്താ എഴുതേണ്ടത്? a ആണ്. ഈ ഒരു ഫോർമുലയൊക്കെ നമ്മൾ അതേപോലെ തന്നെ പഠിക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? a ആണ്. ഇനി നമുക്ക് എന്താണ്? വശങ്ങളുടെ അളവ് കണക്കാക്കാനാണ്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4. ചുറ്റളവ് 36 സെൻറ്റിമീറ്റർ. വശങ്ങളുടെ അളവുകൾ കണക്കാക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷിൽ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ. പെരിമീറ്റർ എത്രയാണ്? 36 സെൻറ്റിമീറ്റർ ആണ്. സൈഡ്സ് റേഷ്യോയിലാണ്. ആർ ഇൻ ദ റേഷ്യോ 2:3:4. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്. അപ്പം നമ്മൾ ഇവിടെ 2:3:4 തന്നിട്ടുണ്ട്. നമുക്ക് സംഖ്യ തന്നിട്ടില്ല, നമുക്ക് നമ്പർ തന്നിട്ടില്ല. അപ്പം നമ്മൾ എക്സിനെ നമ്മൾ കൂട്ടുകാരാക്കുക, അതേ രക്ഷയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ചുറ്റുമുള്ള അളവ് എന്നാണല്ലേ അർത്ഥം അല്ലേ? നമ്മളോട് ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റളവാണ് പെരിമീറ്റർ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ചുറ്റുള്ള അളവാണ് നമുക്ക് കാണേണ്ടത്. അതിന് വേറൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ ചുറ്റുള്ള അളവ് എത്രയാണ്? 36 തന്നിട്ടുണ്ട്. പക്ഷേ ഓരോന്നിൻ്റെ സൈഡാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, എത്രയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ? എക്സിനെ നമ്മളെ ഫ്രണ്ടായിട്ട് എടുക്കാൻ 2x + 3x + 4x = എന്താണ്? 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് a + b ഇത് 3 കൂട്ടിയാലാണ് നമുക്ക് 36 കിട്ടുക. അപ്പോൾ നമ്മളിവിടെ 2 3 5 5 4 9 9x എന്ന് പറയുന്നത് എത്രയാണ്? 36. ഇനി നമ്മൾ എക്സിനെ സ്വന്തമായിട്ട് എടുക്കുകയാണ്. അപ്പം 36 / 9 ദാറ്റ് ഈസ് 4 അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് നമുക്ക് കിട്ടി. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 2x എന്ന് പറയുമ്പോൾ 2 × 4 8 അല്ലേ? 3x എന്ന് പറയുമ്പോൾ 3 × 4 ദാറ്റ് ഈസ് എത്രയാണ്? 12 ആണ്, 12. 4 × x എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 ആണ്. അപ്പോൾ 16 ആണ്. അപ്പം നമ്മുടെ സൈഡ്സ് എത്രയാണ്? വശങ്ങളുടെ നീളം എത്രയൊക്കെയാണ്? 8 12
16. ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്കാണ് ലഭിക്കുക. വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 2x 3x + 4x എഴുതുക. അതിൻ്റെ 36 ആണ്. ഇത് 3ഉം കൂട്ടുക. അപ്പോൾ നമുക്ക് 9x കിട്ടി. 9xനെ x മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ 36 / 9 4. ദാറ്റ് ഈസ് നമുക്ക് ഇനി 4 കിട്ടിയാൽ കഴിയൂല. x ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ 2നെ കൊണ്ട് ഗുണിക്കണം, 3നെ കൊണ്ട് ഗുണിക്കണം, 4നെ കൊണ്ട് ഗുണിക്കണം, ഇൻറ്റു ചെയ്യണം. എന്നാലേ നമുക്ക് ആ ആൻസർ കിട്ടുള്ളൂ. ഇനി അടുത്ത നോക്കൂ. ഇൻ ദ ഫിഗർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ABCD എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. AB 8 സെൻറ്റിമീറ്റർ. AB ഇവിടെ AB എവിടെ? ഇതാണ് AB. AB എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. AB എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. AD ഇവിടെ AD എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. PB = QD = 3 സെൻറ്റിമീറ്റർ. ഇവിടെ PB എന്ന് പറയുന്നത് എവിടെയാണ്? PB ഇവിടെ ഉണ്ട്. QD ഇതും 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ABCD. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്. അതേപോലെ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AP. AP എന്ന് പറയുന്നത് ഇത്. APൻ്റെ ലെങ്ത്ത് കാണണം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം APCQ? APCQ എന്ന് പറഞ്ഞിട്ടൊരു പാരലോഗ്രാം ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവും നമുക്ക് കാണാം. 3 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുപാട് അളവ് തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. AB 8 സെൻറ്റിമീറ്റർ ആണ്. AD 4 സെൻറ്റിമീറ്റർ ആണ്. PBയും QDയും എന്താണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ചതുരം ABCയുടെ പരപ്പളവ് കാണുക. APയുടെ നീളം കണക്കാക്കുക. സമാന്തരിക്കും APCQവിൻ്റെ പരപ്പളവ് എത്രയാണ്? അപ്പം നമുക്ക് ചതുരം ABCD എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ABCD ഇതാണ് ABCD അല്ലേ? ABCD ഇവിടെ പരപ്പളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ L × B ആണ്. നീളം × വീതിയാണ്. ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? നീളം × വീതിയാണ്. L × B ആണ്. ഇവിടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4ഉം. ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 8 × 4 ദാറ്റ് ഈസ് 32 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയറിന് പ്രത്യേകം അറിയണം. ഏരിയയ്ക്ക് നമ്മൾ എന്താ എഴുതേണ്ടത്? സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. ഇവിടെ 4 തന്നിട്ടുണ്ട്, ഇവിടെ 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കാണാൻ 8 × 4 ചെയ്ത 32 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AP? ഇവിടെ AP എന്നുള്ളത് ലെങ്ത്ത്. ഓക്കെ. APൻ്റെ ലെങ്ത്ത് ആണ്. ഒരു വിഷമവും ഇല്ല. കാരണം ഇത് മൊത്തത്തിൽ 8 തന്നിട്ടുണ്ട് അല്ലേ? മൊത്തത്തിൽ ഇത് AB 8 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് ഈ ഒരു ചെറിയ കഷ്ണം 3 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 8 നിന്ന് 3 മൈനസ് ചെയ്ത് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നെ എഴുതണം കേട്ടോ. 5 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം APCQ? പാരലോഗ്രാം APCQവിൻ്റെ APCQവിൻ്റെ ഏരിയ കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതും വളരെ സിമ്പിളാണ്. നമുക്ക് B × H അല്ലേ? പാരലോഗ്രാമിൻ്റെ B × H ആണ് അല്ലേ? പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് B × H ആണ്. ഓക്കെ. പാരലോഗ്രാമിൻ്റെ B × H ആണ്. ഇവിടെ B എന്ന് പറയുന്നത് എത്രയാണ്? B എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? B എന്ന് പറയുന്നത് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ നമുക്ക് എവിടുന്ന്? B 5 സെൻറ്റിമീറ്ററും H എത്രയാണ്? 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 5 ഗുണിക്കണം 4 എത്രയാണ്? 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അതും കിട്ടി. അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇവിടെ 9ാമത്തെ ചോദ്യം നോക്കാം. X = എത്രയാണ്? X = 3 ആണ്. Y = -7 ആണ്. എത്രയാണ്? -7 ആണ്. ഇവിടെ X + Y നമുക്ക് ചെയ്യണം. ഓക്കെ. X + Y എന്ന് പറയുമ്പോൾ X ഇവിടെ 3 ആണ് പ്ലസ് -7 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്ലസും മൈനസും ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 നിന്ന് 3 മൈനസ് ചെയ്തിട്ട് 4 ഇടണം. 7 നിന്ന് 3 മൈനസ് ചെയ്ത് 4 കിട്ടി. ഏത് സൈനാണെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. മൈനസ് സൈനാണ് നമ്മൾ ഇടേണ്ടത്. ഏറ്റവും കൂടുതലുള്ളത് മൈനസിൻ്റെ സൈനല്ല. അപ്പോൾ മൈനസാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്കത് എത്ര കിട്ടി? -4 -4 കിട്ടി. ഓക്കെ. -4 കിട്ടി. ആദ്യത്തേൻ്റെ ഉത്തരം എത്രയാണ്? -4 കിട്ടി. ഇനി രണ്ടാമത്തേത് നമുക്ക് നോക്കാം. X - Y. ഇവിടെ X എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്.
-y. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇങ്ങനെ മൈനസും അടുത്ത് വന്നാൽ എന്താവും, അവർ പ്ലസ് ആവും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ 3 കൂട്ടണം 7, 3 + 7 എത്രയാണ്, 10 ആണ്. അതും നമ്മൾ ഇവിടെ എഴുതി. ഇനി അടുത്ത് നോക്കൂ, x+y × x-y. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാണ്, a² - b² അല്ലേ. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, a² - b² ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 3² - 7² അല്ലേ. അപ്പം 3² എന്ന് പറയുന്നത് എത്രയാണ്, 3² എന്ന് പറയുന്നത് 9 ആണ്, 7² എന്ന് പറയുന്നത് 49 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, -40 ആണ് ഇവിടെ ലഭിക്കുക. എത്രയാണ്, -40. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് ആ സൈനുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതൊന്നും ആരും മിസ്സാക്കരുത്. ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും 3 മാർക്ക് കിട്ടി. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എക്സാമിന് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ വലിയ മെത്തേഡ്സ് ഒന്നും അറിയാത്തവർക്കൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ മിസ്സാക്കരുത്. ഇത് നോക്കൂ, ഇവിടെ ഒരു ഗണിത പരീക്ഷയിൽ, മാത്സ് പരീക്ഷയിൽ കിട്ടിയ കുട്ടികളുടെ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ദ സ്കോർ ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പം 25 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ്. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ നമുക്ക് സ്കോർ ചെയ്യേണ്ട ആ ഒരു പരിധി തന്നിട്ടുണ്ട്. 0 മുതൽ 10 മാർക്ക് വരെ കിട്ടിയവർക്ക് ടാലി മാർക്ക് ഇടുക, എന്നിട്ട് സ്റ്റുഡൻസിൻ്റെ പേരെഴുതുക. അതേപോലെ 10 മുതൽ 20 വരെ കിട്ടിയത് ബാക്കി നമുക്ക് വളരെ എളുപ്പമാണ്. 20 മുതൽ 40 വരെ, 40 മുതൽ 50 വരെ, 50 മുതൽ 60 വരെ. ഓക്കെ, നമുക്കിതിൽ ആ മാർക്കൊക്കെ ഇൻക്ലൂഡഡ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 20 എന്ന് പറയുമ്പോൾ അത് ഏതിൽ വരും, ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 1 ഇട്ട് കൊടുക്കുക, ഒരു ടാലി ഇട്ട് കൊടുക്കുക. അതായത് 20ന് നേരാണ് ഇടേണ്ടത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ കോളം ശരിയാവുന്നില്ല. ഓക്കെ, ഇനി അടുത്ത 12 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കാറ്റഗറിയും ഇവിടെ തന്നെ രണ്ടാമത്തെ കോളത്തിലാണ് ഇടേണ്ടത്. 15 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ് ഇടേണ്ടത്. 35 എന്ന് പറയുമ്പോൾ നമ്മളെ കാറ്റഗറി മാറി അല്ലേ. അപ്പോൾ നമ്മൾ 30 to 40 ഇടണം. അങ്ങനെ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ടാലി എടുക്കുക. ഇങ്ങനെ ടാലി നമുക്ക് 4 എണ്ണം കഴിഞ്ഞ് 5-ാമതായാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യും. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയൊക്കെയാണ്. ആദ്യത്തേൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2 കിട്ടും. 10 to 20, 10 to 20 5 കിട്ടും. 20 to 30 7 കിട്ടും. 30 to 40 7 കിട്ടും. 40 to 50 ലാസ്റ്റിൽ എത്ര കിട്ടും, 4 കിട്ടും. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 25 കിട്ടണം. കാരണം 25 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 25 കിട്ടും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ്, 4 മാർക്കാണ് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഇത് ആരും മിസ്സാക്കരുത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം നമ്മൾ നോക്കി. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം എന്താണ്, ഇതാണ്. ഇൻ ദ ഫിഗർ ABCD ഈസ് എ ട്രപ്പേസിയം ആണ്. ഇവിടെ AB ഇവിടെ നോക്കുകയാണ്. AB 6 സെൻറ്റിമീറ്റർ എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. BC എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. CD എവിടെ, CD 3 സെൻറ്റിമീറ്റർ. AD ഇതാ 4 സെൻറ്റിമീറ്റർ. പിന്നെ വേറെ ആംഗിൾ A = ആംഗിൾ D 90 ഡിഗ്രി. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം അത് 90 ഡിഗ്രിയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പേസിയം. സമ്മ് കാണാനാണ്. സമ്മ് വളരെ എളുപ്പമാണ്. ഫൈൻഡ് ദ ഏരിയ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ആരും മിസ്സാക്കരുത്. മലയാളത്തിലുള്ള ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ചിത്രത്തിൽ ലംബകം, ട്രപ്പേസിയത്തിന് മലയാളത്തിൽ പറയുന്ന ലംബകം 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഇടുന്നു. ലംബകത്തിൻ്റെ സമാന്തര വശങ്ങളുടെ തുക കണക്കാക്കുക, ലംബകത്തിൻ്റെ അളവ് കണക്കാക്കുക. അപ്പോൾ സമാന്തര വശങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്, 6 + 3 ആണ്. സമാന്തര വശങ്ങൾ എന്ന് പറയുന്നത് 6ഉം 3ഉം. ഇത് 6, ഇതിൻ്റെ പാരലലായിട്ട് 3 അല്ലേ. 6 3 എത്രയാണ്, 9. ഇതിൽ ചോദ്യം വലുതാന്ന് വെച്ചാൽ ഇത് സിമ്പിൾ മെത്തേഡാണ്. സിമ്പിളായിട്ട് നമുക്ക് ചിലപ്പം 6 + 3 എത്രയാണ്, 9 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ട്രപ്പേസിയത്തിൻ്റെ ഏരിയ കാണണം, പരപ്പളവ് കാണണം, ഏരിയ. ഈ ഏരിയ കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ എന്ത് പഠിക്കണം, അതിൻ്റെ ഫോർമുല പഠിക്കണം. എന്താണ്, ½ 1/2 HA + B. ഓക്കെ,
1/2 HA+B. ഇവിടെ H എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റാണ്. ഹൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് 4ആണ്. ഹൈറ്റ് എത്ര കൊടുത്തിരിക്കുന്നത്? 4. ഇനി A+B എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടല്ലോ, A+B എന്ന് പറയുന്നത് ഈ ഒരു വശങ്ങളാണ്, ഈ രണ്ട് ഓപ്പോസിറ്റ് പാരലലായിട്ടുള്ള ലൈൻസ്. അപ്പോൾ 6 3 9ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ്, അത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു എത്രയാണ്? A+B നമ്മൾ നേരത്തെ കണ്ടല്ലോ, 6 + 3 9ആണ്. 4 ഇൻറ്റു 9. ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഇതും കട്ട് ചെയ്യാം. 2 ആണല്ലോ, 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല, അപ്പോൾ 2 ആണ്. അപ്പോൾ നമുക്ക് 18 കിട്ടി. അങ്ങനെ ചെയ്യാം. 18 എന്ന് വെറുതെ എഴുതരുത്. 18 cm² cm² എന്ന് നമ്മൾ തീർച്ചയായും എഴുതണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/2 ഇൻറ്റു 4 ഇൻറ്റു 9. 4 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്ര? 36 ആണ്. 36 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 18 cm². ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലംബകത്തിൻ്റെ പരപ്പളവ് അഥവാ ട്രപ്പേസ്യത്തിൻ്റെ ഏരിയ, അതിൻ്റെ സൂത്രവാക്യം മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം. 1/HA+B. ഇവിടെ A+B ഏതാണെന്ന് അന്നേരം നിങ്ങൾക്ക് തോന്നരുത്. A ഈ ഒരു വശം, B ഈ ഒരു വശം, H എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ നോക്കാം. 12 മുതൽ 18 വരെയുള്ള ചോദ്യത്തിന് ഏതെങ്കിലും 5 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ ഓരോന്നിനും 4 മാർക്ക് ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3 equal rhombuses are drawn shown below. Draw the figure with the given measurement. ഇത് വരയ്ക്കാനാണ്. അപ്പം നിങ്ങൾ വരച്ച് നോക്കുക. വരയ്ക്കാനുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് വരച്ച് നോക്കുക. ഇനി അടുത്തത്, അതായത് 3 തുല്യമായ സമുച്ചയത്തിൽ ചേർത്ത് വെച്ച് തന്നിരിക്കുന്ന അളവിൽ ചിത്രം വരയ്ക്കുക. ഇനി അടുത്തത് 13ാമത്തെ, ഒരു പ്രദേശത്ത് 30 കുടുംബങ്ങളുടെ വൈദ്യുതി ഉപയോഗം ചുവടെ തന്നിരിക്കുന്ന ആവർത്തിച്ച ചതുരം ഹിസ്റ്റോഗ്രാം തയ്യാറാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ക്വസ്റ്റ്യനെ പോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള, നമുക്കധികം കാൽക്കുലേഷനൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ആദ്യം ഡയഗ്രാം വരയ്ക്കുക അല്ലേ. ആദ്യം നമ്മൾ എക്സും വൈയും അടയാളപ്പെടുത്തുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ കുടുംബാംഗങ്ങളുടെ എണ്ണമാണ്, ഫാമിലി മെമ്പേഴ്സ്, നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രിസിറ്റി കൺസംഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൺസംഷൻ എഴുതുക. ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? വൈദ്യുത ഉപയോഗമാണ് എഴുതേണ്ടത്, ഉപയോഗമാണ് എഴുതേണ്ടത്. ഇവിടെ കുടുംബങ്ങളുടെ എണ്ണം എക്സും വൈ എഴുതുക. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് അടയാളപ്പെടുത്തുക അല്ലേ. ഇവിടെ 100, 200, 300, 400 അങ്ങനെ പോകും. 100ൽ 200 എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ എന്തെഴുതും? ഇവിടെ നമുക്ക് 2, 4, 6 എന്ന് എഴുതാം. അപ്പം ഇവിടെ നോക്കൂ, 100, 200, 5 എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് കൊടുക്കാം. 14ാമത്തെ ചോദ്യമാണ്. വാർഷികമായി 10% നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അനു 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞ് വീണ്ടും 10,000 രൂപ നിക്ഷേപിച്ച 3-ാം വർഷാവസാനം അനുവിന് ലഭിക്കുന്ന തുക എന്ത്? 3-ാം വർഷം അനുവിന് ലഭിക്കുന്ന, അനു ഡെപ്പോസിറ്റഡ് 10,000 ഇൻ എ ബാങ്ക്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ, വളരെ ശ്രദ്ധിക്കുക. 10% ആണ്. ആൻഡ് ആഫ്റ്റർ 2 years ഷീ ഡെപ്പോസിറ്റ് അനദർ 10,000. ഹൗ മച്ച് എമൗണ്ട് വിൽ അനു ഗെറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 3rd year? 3rd yearലാണ് അനുവിന് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ PNR ആണ്. നമ്മുടെ P എത്രയാണ്? 1000 ആണ്. R എത്രയാണ്? P 10,000 ആണ്. R എത്രയാണ്? 10% ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% എത്ര വർഷമാണ്? 2 വർഷമാണ് നമുക്ക് ആദ്യം കണ്ടത്. 2 വർഷത്തിന് ശേഷം പിന്നെ ഒരു 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വർഷത്തേക്ക് നമ്മൾ കാണുകയാണ്. ആദ്യം P എത്രയാണ്? P 10,000. ഓക്കെ, അത് നമ്മൾ ഇത് P ഇൻറ്റു, പിന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. അപ്പോൾ 100നോട് നമ്മൾ 10 കൂട്ടി 110 ബൈ 100
ഇത് എത്ര പ്രാവശ്യമാണ് നമുക്ക് വേണ്ടത്? 2 ഇയറിലേക്കാണ്. അപ്പോൾ 2 എന്ന് ഇവിടെ കൊടുത്തു. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് 10,000 ഇൻറ്റു 110/100 ഇൻറ്റു 2 പ്രാവശ്യമാണല്ലോ, 2 കൊല്ലത്തേക്കാണ് 110 ഇൻറ്റു 100. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനി കട്ട് ചെയ്യാം. ഹൺഡ്രഡ്സൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. ഇവിടെ ബാക്കിയായത് എത്രയാണ്? 1000 അല്ല 100 ഇൻറ്റു 11 ഇൻറ്റു 11. 11 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ 121 അതിൻ്റെ കൂടെ ഈ 2 സീറോയും നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 121,000. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ പലിശയാണിത് പറയുന്നത് അല്ലേ. നമുക്ക് കിട്ടിയ 2 വർഷം നമുക്ക് കിട്ടിയ 121,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഇനി 3-ാം വർഷ തുടക്കത്തിൽ എന്താണ്? 10,000 കൂടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ 10,000 കൂടി നമ്മൾ ഇതിൽ കണക്കാക്കണം. അപ്പോൾ നമുക്ക് എത്രയായി? 122,210 കിട്ടി. ഇനി 3 വർഷത്തിന് ശേഷം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 22 നമുക്ക് കിട്ടിയതാണ് 100. അപ്പം നമുക്ക് പി കിട്ടി. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ 110 ഇൻറ്റു 100. 1 വർഷത്തേക്കാണ് നമ്മൾ ഇനി കണ്ടത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇത് 0 കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ഇനി ഇത് നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 24310 ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. ഇത് നിങ്ങൾ തെറ്റിക്കരുത്, വളരെ സിമ്പിളാണ്. ഇതിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം 2 ഇയർ 10 എന്ന് പറയുമ്പോൾ 110 നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 വർഷം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 വർഷത്തേക്ക് കണ്ടു. ആ 2 വർഷം നമുക്ക് കിട്ടിയത് എത്രയാണ്? 12,100 നമ്മളെ ഇൻട്രസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതിനോട് നമ്മൾ 10,000 വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് എഴുതാപ്പോൾ നമ്മൾ 10,000-നോട് ആ 12,100 കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 22,100 കിട്ടി. അതിൻ്റെ ഇൻട്രസ്റ്റ് കാണാൻ നമ്മൾ വീണ്ടും 110/100 ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 24,310 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 15-ാമത്തെ ചോദ്യം നോക്കാം. 15-ാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 48 സെൻറ്റിമീറ്റർ ആണ്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 5:3 നീളം പ്ലസ് വീതി എത്രയാണ്? നീളം പ്ലസ് വീതി എത്രയാണ്? പിന്നെ അതേപോലെ തന്നെ നീളവും വീതിയും കണക്കാക്കുക. വീതി 1 സെൻറ്റിമീറ്റർ കൂടിയ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 48 സെൻറ്റിമീറ്റർ ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 5:3. ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ എത്ര കിട്ടും? കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ചോദ്യം കാണുമ്പോൾ വളരെ ഭീകരമാണെന്ന് തോന്നും, പക്ഷെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പെരിമീറ്റർ റെക്റ്റാങ്കിൾ ഇതാണ് നമുക്കുള്ള ഇവിടെ തന്ന പോയിന്റ്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ പെരിമീറ്ററിൻ്റെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2L + B. അതായത് നീളവും വീതിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് 2നോട് ഇൻറ്റു ചെയ്തതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നീളവും വീതിയും 2 പ്രാവശ്യം കൂട്ടിയതാണ്. അപ്പോൾ അത് ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് 48 സെൻറ്റിമീറ്റർ എന്നാണ്. നീളവും വീതിയും കൂട്ടിയത് പെരിമീറ്റർ 48 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണ്? നീളവും വീതിയും കൂട്ടിയത് എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 48 തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒറ്റക്കാക്കിയപ്പോൾ ഇവിടെ ഉള്ള 2 ഇങ്ങോട്ട് വന്നു. 48 ഡിവൈഡഡ് ബൈ 2, 48 ഹരിക്കണം 2, അത് എത്രയാണ്? 24 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് വളരെ കൂളായിട്ട് തന്നെ കിട്ടി. എത്രയാണ്? 24 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് എന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയത്? ഇവിടെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. 5:3 എന്നുള്ള റേഷ്യോയിലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് ചെയ്യാം. അതായത് 5x പ്ലസ് 3x ഈക്വൽ ടു എത്രയാണ്? 24. 5x-ഉം 3x-ഉം കൂടിയാലാണ് 24 കിട്ടിയത്. അപ്പോൾ 5ഉം 3 എത്രയാണ്? 5ഉം 3 8x ആണ്. 8x ഈക്വൽ ടു 24 ആണ്. x നമ്മൾ വീണ്ടും എടുത്തു. 24/8 എത്രയാണ്? 4 നമുക്ക് കിട്ടിയത്. 3 നമുക്ക് കിട്ടിയത്. 3 x എന്ന് കിട്ടിയത്. അപ്പോൾ 3x ആയിട്ടുണ്ടെങ്കിൽ 3 × 5 അല്ലേ? 3 × 5 എത്രയാണ്? 15. 3 ×
3 എത്രയാണ് 9. 15ഉം 9ഉം ആണ് നമ്മുടെ ആൻസർ. അപ്പം 15 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും ആണ് നമ്മുടെ ആൻസർ. അതും കിട്ടിയല്ലോ. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേറെ എന്താണെന്തോ, ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് ഇവിടെ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 15ഉം 9ഉം ആണ്. ഇവിടെ ബ്രെഡ്ത്ത് 1 കൂട്ടിയാൽ എത്രയ്ക്ക് റേഷ്യോ എന്നാണ്. അപ്പോൾ 15ന് മാറ്റമൊന്നുമില്ല, ഈ ബ്രെഡ്ത്തിലാണ് 1 കൂട്ടി. 1 കൂട്ടിയപ്പോൾ ഇവിടെ എത്രയായി? 10 ആയി അല്ലേ. 15 10 റേഷ്യോ എത്രയാണ്? 15ഉം 10ലും കോമൺ ആയിട്ട് പോകുന്ന 5 ആണല്ലോ. 5 15 3 പ്രാവശ്യം പോകും, 10ൽ 2 പ്രാവശ്യം പോകും. അപ്പോൾ എത്രയാണ്? 3:2 ആണ് ഇതിൻ്റെ റേഷ്യോ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും.